നമസ്കാരം. വിരാടം വിരോധം ഇന്ന് കണ്ണൂരിൻ്റെ മണ്ണിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. സുഹൃത്തുക്കളോടൊപ്പമാണ് പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പ്രതിഷ്ഠയ്ക്ക് വേണ്ട വിഗ്രഹം ഹനുമാൻ എത്തിക്കാൻ താമസിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പെരും മോതിരമൂരി പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. അത് അങ്ങനെയാണ് പെരും മോതിരം ചേരിയാണ് പിന്നീട് പെരളശ്ശേരിയായി മാറിയതത്രേ. വാദിക്കൽ തന്നെ കോമരം ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 1500 വർഷത്തെ നിർമ്മാണ പാരമ്പര്യം ഈ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് കേരളീയ ശൈലിയിൽ പണിതിരിക്കുന്ന ക്ഷേത്രമാണിത്. വെട്ടുകല്ലിൽ തീർത്തിരിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രം തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രവും ശാസ്താവിൻ്റെ തിരുനടയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ശാസ്താവിൻ്റെ സാന്നിധ്യത്തിലാണ് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ മനോഹരമായ ഒരു ആലും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരുപാട് ഭക്തർ ഈ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ നാഗപ്രതിഷ്ഠ. ഇവിടെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് നാഗങ്ങൾക്കുള്ള മുട്ട, നാടൻ കോഴിമുട്ട സമർപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ സുഹൃത്ത് കരുണാകരൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ സുബ്രഹ്മണ്യൻ നാഗരൂപത്തിലാണ് പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇവിടെ നാഗദൈവങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത്. അകത്ത് ഉപദൈവങ്ങളായിട്ട് ഗണപതിയുണ്ട്, ഭഗവതിയുണ്ട്. അങ്ങനെ വളരെ ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്ന ക്ഷേത്രമാണിത്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. എന്തു ഭംഗിയാണെന്ന് നോക്കി. ജാമിതീയ രീതിയിൽ വെട്ടുകല്ലുകൊണ്ട് പടവുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ക്ഷേത്രം. ഈ ക്ഷേത്രക്കുളത്തിനും ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രമുറ്റത്ത് നിന്നുള്ള ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇറങ്ങി ക്ഷേത്രക്കുളത്തിലേക്ക് പടവുകൾ ഇറങ്ങി പോവാം. ഇത് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആലാണ്. ഇതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തും ഒരാളുണ്ട്. അത് അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിലാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ ഒരു തട്ട് പണിതിട്ടിരിക്കുന്നത് കാണാം. ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഇവിടെയാണ് അത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുക. ഇപ്പോഴും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെയാണ് ഈ സ്ഥലം. ഈ കുളമാണ്, അമ്പലക്കുളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ കാണുന്ന ബാവടികൾ എന്ന് പറയുന്ന സ്റ്റെപ്പ് കുളങ്ങൾക്ക് സമാനമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും അന്നത്തെ കാലത്ത് പോലും ഈ സംഗതി ഇവിടെ വന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാംസ്കാരിക കൈമാറ്റം എത്ര ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പതിയെ ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങിപ്പോകാം. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. എല്ലാവരും ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതാണ് വേണ്ടത്. അത്ര പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. ഇതൊന്നും കൂടാതെ 2001 ദേശീയ ജല പൈതൃക പട്ടികയിൽ ഈ കുളം ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള കുളങ്ങൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളരെ അപൂർവമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും പറ്റാത്ത വെള്ളവുമാണ് ഈ ക്ഷേത്രക്കുളത്തിലുള്ളത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ ഈ ക്ഷേത്രവുമായിട്ട് ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് താനും. ഇവിടെയും ഒരു തട്ട് അല്ല ഒരു പടി കാണുന്നുണ്ട്. ഇതും ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമായിരിക്കും. നിങ്ങൾ ചരിത്രത്തിൽ തൽപരരാണെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ തൽപരരാണെങ്കിലും ഒക്കെ സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളും അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നു.
ഇത് 80കളിലാണെന്ന് തോന്നുന്നു. 1980കളിൽ ഒന്ന് പുതുക്കി പണിതതാണ് ഈ ക്ഷേത്ര കുളവും ഈ പടവുകളും ഒക്കെ. അങ്ങനെ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.